ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഡേ ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. എൻ്റെയും ചിത്തുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 4 വർഷമാവുന്നു കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണിന്ന്. കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ കുഞ്ഞ് സ്കിൻ കെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പാർക്കുട്ടിയും ചിത്തുവിനൊക്കെ നല്ല ഉറക്കമാണ്. അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ വേണം എല്ലാം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കിച്ചണിലോട്ട് പോകണം കേട്ടോ. കാലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനായിട്ട്. ബാക്കി ഒരുക്കങ്ങളൊക്കെ ഇനി അമ്പലത്തിൽ പോകാൻ നേരാണ് കേട്ടോ. പാറക്കോട്ട് എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എല്ലാം ചെയ്യണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് ഓടിയത്. അവിടെ ചെന്നപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയത്. കാലത്തെ തന്നെ ഗ്യാസ് കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വേഗം വന്ന് ചിത്തുവാരനെയും കുത്തിപ്പൊക്കി എണീപ്പിച്ച് സിലിണ്ടറും മാറ്റിവെച്ച് പണികൾ തുടങ്ങി കേട്ടോ. ആദ്യം ഉണ്ടാക്കിയത് അവിയലായിരുന്നു. കഷ്ണങ്ങളെല്ലാം തന്നെ ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കഷ്ണങ്ങളൊക്കെ കഴുകി വെച്ചത് ഇട്ട് നന്നായി ഒന്ന് ചൂടാക്കി കൊടുത്തിട്ടോ. അത് കഴിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചു. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, ആവിയിലാണ് വേവിച്ചെടുത്തത്. അത് കഴിഞ്ഞ് തേങ്ങയും തൈരൊക്കെ ചേർത്ത് അവിയൽ അങ്ങ് സെറ്റാക്കി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവായിരുന്നു, അതും റെഡിയായി. കാളനും അവിയൽ നനച്ചതൊക്കെ റെഡിയാക്കി കേട്ടോ. എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോകണമായിരുന്നു. അങ്ങനെ പാർക്കുട്ടിയെ നിൽക്കുമ്പോഴേക്കും റെഡി ആവാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം റൂമിലേക്ക് വന്ന് റെഡി ആവാൻ തുടങ്ങി കേട്ടോ. അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ വലിയ ഒരുക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും BB ക്രീം ഇല്ലാതെ എനിക്കൊരു മേക്കപ്പ് ഇല്ല. ഇതിൻ്റെ ഇടയിൽ പാർക്കുട്ടി എണീറ്റു കേട്ടോ. എണീറ്റപ്പോൾ അത്ര നല്ല മൂടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം അവളുടെ വാശിക്കൊക്കെ നിന്ന് കൊടുത്തു. പിന്നെ വേഗം അവളേനും കുളിപ്പിച്ചൊരുക്കി ഞാനും ഒരുങ്ങി ജിത്തുവായിരുന്നു റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സെറ്റ് സാരി ആയിരുന്നു ഞാൻ എടുത്തത്. സാധാരണ ഉടുക്കുമ്പോൾ 1-2 മണിക്കൂറൊക്കെ അതിൻ്റെ മേലെ തല്ല് പിടിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒക്കെ വേഗം എടുത്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. പാലപ്പെട്ടി അമ്പലത്തിലേക്കാണ് വന്നത്. ഞങ്ങൾ വഴിപാടൊക്കെ റെസിപ്റ്റാക്കി ഉള്ളിൽ കയറി തൊഴുത് കഴിയുമ്പോഴേക്കും നട അടച്ചു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ആ നേരം മുഴുവൻ പാറക്കുട്ടി അവിടെ ഓടി നടക്കായിരുന്നു കേട്ടോ. ജിത്തുവേട്ടനും ഉണ്ടായിരുന്നു പുറകെ. ഏട്ടനെ അവൾ വട്ടം കറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം തന്നെ ഒരു സൈഡിലോട്ട് മാറി നിന്നു. സാരി എടുത്തിട്ട് അവളുടെ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ ശരിയാവില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ തൊഴുത് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് പ്രസാദമൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ കുറി വരയ്ക്കാണ്. പാറക്കുട്ടിക്കാണെങ്കിൽ കുറി വരയ്ക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നിന്ന് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഞാനും കുറി വരച്ചു. നെറ്റിക്കൂടി പോയതിൻ്റെ ആകെ ഒരു ഉപകാരം ഇതാണ് കേട്ടോ. എത്ര കുറി വേണമെങ്കിലും നല്ല സ്റ്റെപ്പായിട്ടങ്ങ് വരയ്ക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനെ നിറച്ച് കുറി വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരല്ല അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഇത് തീരുന്ന വരെ ഞാൻ നിറച്ച് കുറി വരച്ചിട്ടാണ് കേട്ടോ നടക്കുക. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ പ്രസാദം തൊട്ടോ. ഏട്ടനാണെങ്കിൽ ശ്വാസം പോലും വിടാതെയാണ് കേട്ടോ നിന്ന് വരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഏട്ടന് ഓഫീസിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ വേഗം വന്ന് ഏട്ടനും പാറക്കുട്ടിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. പാറുമോളാണെങ്കിൽ രാവിലെ നേരത്തെ എണീച്ചതുകൊണ്ട് തന്നെ നല്ല വാശിയുണ്ടായിരുന്നു. അപ്പോൾ അവളെ പിടിച്ച് ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കഴിക്കാനായിട്ടിരുന്നത്. ഉപ്പുമാവും അവൽ നനച്ചൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതൊക്കെ വേഗം കഴിച്ചിട്ട് വേണം അടുത്ത പണിയിലേക്ക് കിടക്കാനായിട്ട്. ജിത്തുവേട്ടനാണെങ്കിൽ ഒരു വെജിറ്റേറിയൻ ഡിഷ് ഇത്ര ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു പൈനാപ്പിൾ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാവട്ടെ എന്ന് വിചാരിച്ചു. അമ്മയാണെങ്കിൽ പറമ്പിൽ നിന്ന് നല്ല ചീര പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇന്ന് വെക്കില്ല കേട്ടോ, എല്ലാം കൂടെ വെച്ച് വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇവിടെ ആർക്കും അധികം പച്ചക്കറി ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അതെടുത്ത് എന്തായാലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. അങ്ങനെ വേഗം പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ടു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പായസം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാലടയായിരുന്നു. അപ്പോൾ പാല് ഞാൻ അടപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്യാനായിട്ട് നിന്നത്. പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് ഉപ്പും പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി ഇട്ട് വേവിച്ചു കേട്ടോ. അതിലൊരു അബദ്ധം എനിക്ക് പറ്റി. മുളകും പൊടി ഇടണ്ടായിരുന്നു പിന്നീടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഡിഷ് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിലും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം വെച്ചത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായിരുന്നു കേട്ടോ. മുളകും പൊടിയുടെ എരിവ് ഇത്തിരി കൂടിയിരുന്നു. അത് ഇടണ്ടാന്ന് എനിക്ക് പിന്നീട് തോന്നി. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പൊടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടപ്പത്തേക്ക് വെച്ചു കേട്ടോ. പൈനാപ്പിൾ വേവാൻ ഒരുപാട് സമയം വേണം. ശരിക്കും വെന്തില്ലെങ്കിൽ നല്ല പണിയും കിട്ടും കേട്ടോ. വായും നാവും ഒക്കെ നന്നായിട്ട് ചൊറിയും. ഒരു 8 വിസിലോളം എടുത്തു കേട്ടോ പൈനാപ്പിൾ വെന്ത് കിട്ടാനായിട്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പിനായിട്ട് തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും പിന്നെ കടുകും ഇടണം കേട്ടോ. ഞാൻ കടുക് ഇടാനായിട്ട് മറന്നുപോയി. വേപ്പിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പാലട മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി പാലട അങ്ങനെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴേക്കും പാറക്കുട്ടി എണീറ്റ് വന്നു. അവളുടെ വാശിയും കരച്ചിലൊക്കെ മാറാനായിട്ട് ഞാൻ കുറച്ച് പായസം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് പാറക്കുട്ടി ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല വാശിയായിരുന്നു കേട്ടോ. എൻ്റെ അടുത്തിരിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അവളെയും പിടിച്ച് മടിയിലിരുത്തിയിട്ട് കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കണ്ട് ഞാൻ പതുക്കെ അവളെന്നെ അവിടെ നിർത്തിയിട്ട് മുങ്ങാനായിട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷെ നടന്നില്ല. അവൾ പിടിച്ച പിടിയാൽ എന്നെ അവിടെ എടുത്തിട്ട് കാലൊഴിഞ്ഞു കൊടുക്കാൻ പറയണം കേട്ടോ. ഇങ്ങനെ ചില കുട്ടിക്കുറുമ്പുകളൊക്കെ പാറക്കുട്ടിക്കുണ്ട് കേട്ടോ. ചില നേരത്തുള്ള ഓരോ തോന്നലുകളാണ്.
അങ്ങനെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം അവളുടെ അടുത്തിരുന്നു കേട്ടോ. പൈനാപ്പിൾ ആണെങ്കിൽ കുക്കറിൽ അവിടെ കിടക്കണം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം അതങ്ങ് റെഡിയാക്കാൻ. പാറക്കുട്ടിക്കാണെങ്കിൽ എന്നും ഇല്ലാത്ത വാശിയാണ് കേട്ടോ. ഒന്ന് കാലത്ത് നേരത്തെ എണീറ്റ് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരം അവളുടെ കൂടെയൊക്കെ ഇരുന്ന് അങ്ങ് ശരിയായിക്കോളും. ഞാൻ പിന്നെ വല്ലാണ്ടങ്ങ് കഴിപ്പിക്കാനും നിന്നില്ല കേട്ടോ. ജലദോഷം പനിയൊക്കെ അതാ മാറി വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരുന്നിട്ട് കാർട്ടൂണും വെച്ച് ഞാൻ ഒന്നും കൂടെ ഒന്ന് മുങ്ങാനായിട്ട് നോക്കിയതാണ് കേട്ടോ. പക്ഷെ നോ രക്ഷ, അവൾ എന്നെ വെറുതെ വിട്ടില്ല. അവൾ വേഗം വന്നിൻ്റെ മടിയിലും കയറിയിരുന്ന് അവളെ പിടിച്ചിരുത്തിട്ടോ. എന്നിട്ടാണ് ഇരുന്ന് ടി വി കാണുന്നത്. സമയമാണെങ്കിൽ ഉച്ചയാവാറായി, കറിയാണെങ്കിൽ റെഡി ആയിട്ടില്ല. ഞാൻ അതും ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവളെ അവിടെ ഇരുത്തിയിട്ട് വേഗം ഇങ്ങ് അടുക്കളയിലേക്ക് ഓടി വന്നു കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പഞ്ചസാരയും തേങ്ങ അരച്ച് വെച്ചതൊക്കെ ചേർത്ത് നന്നായി തിളച്ച് വന്നപ്പോൾ തൈരും ഒഴിച്ച് കടുകും വറുത്ത് അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടക്കാനുള്ള തുണികളെല്ലാം എടുത്ത് മെഷീനിൽ ഇട്ടു കേട്ടോ. അപ്പോഴേക്കും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനും പാറക്കുട്ടിക്കും കൂടെ ചോറ് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം പാറക്കുട്ടിയെ ചോറ് കഴിപ്പിക്കാനായിട്ട് നോക്കിയെങ്കിലും അവൾക്ക് വേണ്ടാന്നും പറഞ്ഞ് കൈ തട്ടി മാറ്റിയായിരുന്നു. അങ്ങനെ പിന്നെ അവളുടെ പ്ലേറ്റ് അവളെ കൊണ്ടുവച്ചിട്ട് ഞാൻ എനിക്ക് ചോറ് എടുത്തു കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിയലും കാളനും പൈനാപ്പിൾ കറിയും പിന്നെ എനിക്കിതിലേക്ക് മോരാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഞാൻ മോരും കൂടെ കലക്കി, മീൻ കറിയും മീൻ വറുത്തൊക്കെ വേറെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ അവിയലിൻ്റെ കൂടെ സംഭാരം പോലെ മോര് കലക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അതൊക്കെ കൂടി കഴിക്കാനിരുന്നപ്പോഴാണ് തമ്പുരൂട്ടിയും പാറക്കുട്ടിയും തമ്മിൽ നല്ല തല്ലായിരുന്നു കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ആയിരുന്നു. അങ്ങനെ പാറുവിനൊരു വിധം ഒതുക്കിയെടുത്താൻ നോക്കിയപ്പോൾ അവൾ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയിട്ടോ. ഇതിൻ്റെ ഇടയിലാണ് തമ്പുരുമോൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവളാണെങ്കിലും കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് അവസാനിപ്പിച്ചിട്ട് അനു അവൾക്കുള്ള ചോറ് എടുത്തിട്ട് വന്നു കേട്ടോ. തമ്പുരുമോളും പാറക്കുട്ടിയാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാണ് കേട്ടോ. ഈ ഒരു ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് ഇവിടെ ഇരിക്കുന്നതിനാണ് രണ്ടുപേരും കൂടി അടി കൂടുന്നത്. അതിൻ്റെ ഇടയിൽ അനുവിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടപ്പോൾ തമ്പുരുമോള് വെല്ലിച്ചനോട് പരാതി പറയാൻ വരികയാണ് കേട്ടോ. തമ്പുരൂട്ടി ചിത്രൻ്റെ മടിയിൽ കയറിയിരുന്നപ്പോൾ പിന്നെ പാറുവിനും കയറിയിരിക്കണം. അങ്ങനെ പാറക്കുട്ടിയും കയറിയിരുന്നിട്ട് പിന്നെ അവരെ സമാധാനിപ്പിക്കലാണ് കേട്ടോ. രണ്ടുപേർക്കും അധികം പ്രായവ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ടുപേരും നമ്മൾ ഒരുപോലെ കെയർ ചെയ്യണം കേട്ടോ. രണ്ടാൾക്കും വിഷമം വരാനും പാടില്ല, എന്നാ കാര്യങ്ങൾ മനസ്സിലാവും വേണം. അങ്ങനെ ചേച്ചി അനിയത്തിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് തന്നെ കളിക്കണം. റൂമിലിരിക്കാനേ ഇഷ്ടമല്ല. എപ്പോഴും തമ്പുരുവിനെ അന്വേഷിച്ചിട്ട് പാറുവിനെ അന്വേഷിച്ചിട്ട് തമ്പുരുമോളും വരും കേട്ടോ. ഒരുമിച്ചിരുന്ന് കളിക്കണത് കാണാനും നല്ല രസമാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് കേട്ടോ. ആ അടി കാണാനും നല്ല രസമാണ്. ഒരാൾ ഒന്ന് കൊടുത്താൽ മറ്റാൾ രണ്ട് കൊടുക്കും. പിന്നെ അങ്ങോട്ട് തിരിച്ചായി ഇങ്ങോട്ട് തിരിച്ചായി അങ്ങനെ ഗംഭീര അടിയാവും കേട്ടോ. പിടിച്ചു മാറ്റാനാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാറേയില്ല. ഒരുവിധം സമാധാനിപ്പിച്ച് രണ്ടിനും രണ്ടറ്റത്തേക്ക് ഇരുത്തിയാലോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അടിയും ചക്കരയാവും കേട്ടോ. അങ്ങനെ രണ്ടുപേരെയും സമാധാനിപ്പിച്ച് കളിക്കാനായിട്ട് വിട്ടിട്ട് ഞങ്ങൾ വേഗം ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ആനിവേഴ്സറി ആഘോഷങ്ങളൊന്നുമില്ല കേട്ടോ. അത് ഞങ്ങൾ വേറൊരു ഡേറ്റിന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 കപ്പിൾസിൻ്റെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് ഏകദേശം അടുത്തടുത്ത ഡേറ്റിലാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു ഡേറ്റിനായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈവനിങ് എന്തായാലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. ഗുരുവായൂർക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ നടക്കിലൊക്കെ പോയിട്ടൊന്ന് റൗണ്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഞാൻ അലക്കിയത് തോരടാനായിട്ട് മേലക്ക് കയറിയതാണ് കേട്ടോ. അങ്ങനെ തോരടലും കഴിഞ്ഞു. പിന്നെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്ന തുണികൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു കൊടുന്നു. അപ്പോൾ അച്ഛമ്മയും മക്കളും കൂടെ താഴെ നിന്ന് നല്ല കളിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ മറന്നുപോയി എടുക്കാനായിട്ട്. അതും കഴിഞ്ഞ് ഞങ്ങൾ ഒരു 7 മണി 7:30 ആയപ്പോൾ ഗുരുവായൂരേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഗുരുവായൂരൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വന്നു. പിന്നെ കോൾഡ് കോഫി ഗുരുവായൂർ വന്നാൽ അത് നിർബന്ധമാണല്ലോ. അങ്ങനെ കോൾഡ് കോഫിയും കുടിച്ചു. പിന്നെ മുല്ലപ്പൂവ് കേട്ടോ. മുല്ലപ്പൂവിൻ്റെ റേറ്റ് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചതാണ്. നല്ല റേറ്റാണെന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയൊരു കട പരീക്ഷിച്ചതാണ് കേട്ടോ. അത് പടിഞ്ഞാറേ നടക്കിലുള്ളൊരു കടയാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു കടയ്ക്ക് കയറുന്നത്. എന്തായാലും നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കമ്മലും തമ്പുരുമോൾക്കും പാറുമോൾക്കും വാളയൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഹോട്ടൽ എംപയർ ആണ് കേട്ടോ. അവിടെ ഫുഡ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പാറക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ബേബി ചെയറൊക്കെ കിട്ടിയപ്പോൾ പിന്നെ ബിരിയാണി വേണമെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. പാറക്കുട്ടിക്ക് ബിരിയാണിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവൾക്ക് ഞങ്ങൾ ഹാഫ് ബിരിയാണി പിന്നെ ഞങ്ങൾക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് കഴിക്കാൻ നേരം അപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ മടിയായിട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഫുഡിൻ്റെ വീഡിയോ മാത്രം എടുത്തിട്ട് ഞാൻ വേഗം ഓഫ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. പാറക്കുട്ടീനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ എൻഡ് ചെയ്തത്. പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടന്നു കേട്ടോ. അപ്പം മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.